Okay, so textbookile exercise 13.5 exercise 13.5 first question aanu. So a die is thrown 6 times if getting an odd number is success. So success എന്ന് പറയുന്നത് എന്താണ് അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓഡ് നമ്പർ ആണ് എന്ത് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെയിലർ എന്തായിരിക്കും ഈവൺ നമ്പർ ആയിരിക്കും. സോ ഈവൺ നമ്പർ വന്നാൽ സോ ഇതിന്റെ പ്രോബബിലിറ്റി എത്ര 3 ഓഡ് നമ്പേഴ്സ് ഉണ്ട് 3/6 ഈക്വൽ ടു 1/2. അതുപോലെ തന്നെ എന്തായിരിക്കും 1 മൈനസ് 1/2 ആയിരിക്കും അല്ലെ. ക്യൂ ഈക്വൽ ടു എന്താ പി 1 മൈനസ് പി. അപ്പോൾ ഇത് എന്തായിരിക്കും 1 മൈനസ് 1/2 ആയിരിക്കും. സോ സക്സസ് എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്, ഫെയിലർ എന്ന് പറയുന്നത് എന്താണ് ഈവൺ നമ്പറാണ്. ചോദിച്ചെന്താ 5 സക്സസസ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു പി ഓഫ് എക്സ് ഈക്വൽ ടു 5. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു n p of x equal to ncx into p raised to x into q raised to n minus x. ഇവിടെ നമ്മൾ x equal to 5 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും n equal to എത്ര die is thrown 6 times ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ n equal to 6. സോ 6c5 p raised to 5 into q raised to എന്തായിരിക്കും 1 ആയിരിക്കും വരിക. ഓക്കെ, q raised to 1 കാരണം n മൈനസ് n എത്ര 6 മൈനസ് 5 ഈക്വൽ ടു 1. സോ ഇവിടെ എന്ത് വരും 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ ഇൻറ്റു 1/2 ഓൾ റേസ് ടു 5 ഇൻറ്റു 1/2 ഓൾ റേസ് ടു 1. ഓക്കെ, സോ ഇങ്ങനെ എന്ത് ചെയ്യാൻ മതി, ഇതിന് എന്ത് ചെയ്താൽ മതി സോൾവ് ചെയ്താൽ മതി. സോ അത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 3/32 എന്ന് കിട്ടും. അതിൻ്റെ സെക്കൻഡ് പോർഷൻ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും. പി ഈസ് അറ്റ്ലീസ്റ്റ് 5 സക്സസസ്. പി അറ്റ്ലീസ്റ്റ് 5 successes. At least എന്ന് പറഞ്ഞാൽ എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈന. സോ പി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണ് കണ്ടത്. ഇപ്പം എന്ത് ചെയ്യണം പി ഓഫ് എക്സ് ഈക്വൽ ടു 5 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 6. ഇവിടെ എന്ത് ചെയ്യണ്ട 1 മൈനസ് പി ഓഫ് അത് മൊത്തം എക്സ് ഈക്വൽ ടു 0 പ്ലസ് എക്സ് ഈക്വൽ ടു 1 അത് വലിയ പ്രോബ്ലം ആവും. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡയറക്റ്റ് ഇത് മാത്രം ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 5 പ്ലസ് പി ഓഫ് ഇവിടെ 1 മൈനസ് എടുക്കണ്ട. പി ഓഫ് എക്സ് ഈക്വൽ പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 6 ചെയ്യുക. അതെന്താ എത്ര 6c5 ഇൻറ്റു പി റേസ് ടു 5 ഇൻറ്റു ക്യൂ റേസ് ടു 1 പ്ലസ് എക്സ് ഈക്വൽ ടു 6 എന്ന് പറയുമ്പോൾ എന്തായി 6c6 പി റേസ് ടു 6 ക്യൂ റേസ് ടു 0. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്ത് എന്ത് കിട്ടും നമ്മുടെ ആൻസർ കിട്ടും. ഇനി എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റ്മോസ്റ്റ് 5 സക്സസസ്. അറ്റ്മോസ്റ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന കേസ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുന്ന കേസ്. സോ മൂന്നാമത്തെ കേസിൽ നമുക്ക് കാണാം പി ഓഫ് അറ്റ്ലീസ്റ്റ്. സോ അറ്റ്ലീസ്റ്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇത് മാക്സിമം 5. പി ഓഫ് എക്സ് ഈസ് അറ്റ്മോസ്റ്റ് 5 ഈക്വൽ ടു എന്താ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് അവിടുന്ന് എവിടം വരെ പി ഓഫ് എക്സ് ഈക്വൽ ടു 5 വരെ ചെയ്യണം. അപ്പോൾ ഇത് ഇത്രയും പ്രോബ്ലം ചെയ്യണം. അതിൽ നല്ല എന്താ പി ഓഫ് എക്സ് is less than 5 equal to 1 minus p of x is greater than 5. Okay, so p of x is greater than 5 which 1 minus p of x is greater than 5 ചെയ്ത് എന്ത് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ എന്തുണ്ട് പി ഓഫ് 6 കൂടെ ഉണ്ട്. അപ്പം പി ഓഫ് എക്സ് ഈക്വൽ ടു 5 വരെ ഉള്ളത് കിട്ടണമെങ്കിൽ 1 മൈനസ് ഇത്രയും പോർഷൻ ചെയ്താൽ മതിയല്ലോ. അപ്പം എന്ത് ചെയ്യും നമ്മൾ 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 6. കാരണം ഇവിടെ ഇനി പ്ലസ് ഒരു പി ഓഫ് എക്സ് ഈക്വൽ ടു 6 കൊണ്ട് ചെയ്ത് അതിന്റെ പ്രോബിലിറ്റി 1 ആയി. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു ആ പി ഓഫ് എക്സ് ഈക്വൽ ടു 6 കുറച്ച് കഴിഞ്ഞാൽ 0 to 5 വരെയുള്ള പ്രോബിലിറ്റി നമുക്ക് എന്ത് ചെയ്യും ഇവിടെ കിട്ടും. സോ 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ചെയ്താൽ നമുക്ക് അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇവിടെ കുറേ ചെയ്യണോ കുറച്ച് ചെയ്യണോ എന്നുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ എന്താവും എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ 13.5 second question. So a repeated dose of a pair of dice are Bernoulli trials. Okay, right, let x a pair of dice is thrown 4 times. If getting a doublet is considered as success, find the probability of 2 successes. So pair of dice 2 die ഉണ്ടെന്നത് നമ്മൾ റോൾ ചെയ്യുന്നത് ഈസ് ത്രോൺ 4 ടൈംസ്. സോ ഇവിടെ n ഈക്വൽ ടു എന്താണ് 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ് ഈസ് കൺസിഡർഡ് സക്സസ്. സോ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താ സക്സസ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് എ ഡബ്ലറ്റ്. സോ ഡബ്ലറ്റ് എന്ന് പറയുന്നത് എന്താ 2 ഡൈയിലും എന്ത് ചെയ്യാം സെയിം നമ്പർ കാണിക്കുക. അതിനാണ് എന്താ പറയുക ഡബ്ലറ്റ് എന്ന് പറയാം. അതായത് ഒരു ഡൈയിൽ 1 മറ്റേ ഡൈയിൽ 1 2 2 3 3 അങ്ങനെ കാണിക്കണേ എന്താ പറയാ ഡബ്ലറ്റ് എന്ന് പറയാം. സോ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ് എന്തായിരിക്കും ഏതൊക്കെ വരും 2 2 1 1 2 2 3 3 4 4 5 5 അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 6 കേസസ് വരും ഔട്ട് ഓഫ് എത്ര. ഓക്കെ, സോ ഔട്ട് ഓഫ് 36
പോസിബിലിറ്റി. സോ 6/36 ആണ് എന്ത് അതിന്റെ പ്രോബിലിറ്റി നമുക്ക് പറയാം. കാരണം എന്താ 1,1 1,2 1,3 ഇങ്ങനെ എന്ത് ചെയ്യും 6 എണ്ണം, പിന്നെ ഒരു 6 എണ്ണം 2,1 ഇങ്ങനെ 6 എണ്ണം ഉണ്ടാവും 3,1. സോ മൊത്തം 36. സോ ടോട്ടൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 36 ആയിരിക്കും. അതിൽ 6 എണ്ണം 1,1 2,2 3,3 4,4 5,5 ഇത് മാത്രമാണ് എന്ത് ഡബ്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെ നമ്മൾ എന്ത് ചെയ്യും 6/36. ബാക്കി എത്ര ഉണ്ടാവും? അപ്പോൾ ഇതിനെ 1/6 എന്ന് വിളിക്കാം. സോ പ്രോബിലിറ്റി ഓഫ് സക്സസ് P = 1/6. ഇപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഫെയിലർ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ഫെയിലർ ഡബ്ലറ്റ് അല്ലാത്ത കേസ് എല്ലാം ഫെയിലർ ആയിരിക്കും. 1 - 1/6 which is equal to 5/6. സോ P കിട്ടി, Q കിട്ടി, N കിട്ടി. ഓക്കെ, ഇനി എന്താ ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് 2 സക്സസസ്. അതായത് P of x = 2 ആണ് കാണാൻ പറഞ്ഞത്. സിമ്പിൾ അല്ലേ? അപ്പം എന്ത് ചെയ്യണം? പ്രോബിലിറ്റി ഓഫ് x = 2 ഈസ് പ്രോബിലിറ്റി ഓഫ് P എന്ത് ചെയ്യണം? NCx P⁻x Q⁻n−x ഇതാണോ ഇക്വേഷൻ? അപ്പം എന്ത് ചെയ്യാം? NCx n എത്ര? 4C2 P⁻2 Q⁻2. ഓക്കെ, സോ എളുപ്പമല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോ 4C2 P എത്ര? 1/6, Q എത്ര? 5/6. ഓക്കെ, നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? there are 5% ഡിഫക്റ്റീവ് ഐറ്റംസ് ഇൻ എ. സോ ഡിഫക്റ്റീവ് നോൺ ഡിഫക്റ്റീവ് കേസാണ് ഇവിടെ. സോ ഡിഫക്റ്റീവിനെ നമുക്ക് ഡിഫക്റ്റീവിനെ നമുക്ക് P എന്ന് വിളിക്കാം. P = ഡിഫക്റ്റീവ് 5%. 5% എന്ന് പറഞ്ഞാൽ 5/100 = എന്ത് വരും? 1/20. സോ Q = എന്തായിരിക്കും? 1 - 1/20 ആയിരിക്കും, which is equal to 19/20. ഞാൻ തേർഡ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് സക്സസ്, പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് നോൺ ഡിഫക്റ്റീവ് ആണ് ഇവിടെ. സോ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഈസ് 5%, പ്രോബിലിറ്റി ഓഫ് നോൺ ഡിഫക്റ്റീവ് ഈസ് 1 - Q 1 - P. So 19/20. What is the probability that a sample of 10 items, so n equal to what? N equal to 10. 10 items, n equal to 10 times എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? n കുറിച്ചാണ്. സോ വിൽ ഇൻക്ലൂഡ് നോട്ട് മോർ ദാൻ 1 ഡിഫക്റ്റീവ് ഐറ്റം. സോ നമുക്ക് എന്താണ് പ്രോബിലിറ്റി ഓഫ് P of x = എന്ത് കാണണം? നോട്ട് മോർ ദാൻ 1. നോട്ട് മോർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ? P of x is less than or equal to P നോട്ട് മോർ ദാൻ 1 ഡിഫക്റ്റീവ്. സോ നമുക്ക് എന്താ പറയാം? P of x is less than or equal to 1. നോട്ട് മോർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനേക്കാൾ കൂടുതലാവാതിരിക്കുക. അപ്പോൾ മാക്സിമം 1, അപ്പോൾ അതിനേക്കാൾ ചേർത്ത് ഈക്വൽ ടു എന്താ? പ്രോബിലിറ്റി ഓഫ് x = 0 പ്ലസ് പ്രോബിലിറ്റി ഓഫ് x = 1. ഇത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടി? ഓക്കെ, രണ്ട് പോസിബിലിറ്റീസും ആഡ് ചെയ്താൽ ടോട്ടൽ പ്രോബിലിറ്റി കിട്ടും. ഈക്വൽ ടു എന്താ? P of x = 0 എന്ന് പറയുമ്പം 10 അല്ലേ? n 10 C x എത്ര? 0 P⁻0 Q⁻10 വരും. ഓക്കെ, സോറി, P of x = 0, P of x = 0, n - x means 10 - 0 10. Okay, plus P of x = okay, so 10C1 P of 1 Q⁻9. ഓക്കെ, സോ ഇങ്ങനെ എന്ത് ചെയ്യാം? നമ്മൾ സോൾവ് ചെയ്താൽ എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ഇത് എളുപ്പമല്ല, ഇത് സോൾവ് ചെയ്യാൻ നോക്കണ്ടല്ലോ, കാൽക്കുലേറ്റ് വെച്ച് ചെയ്താൽ മതി. ഓക്കെ, സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ 5 cards are drawn successively with replacement. സോ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? അതൊരു ബെർണോളി ട്രയൽ ആണെന്ന് പറയാം. ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 cards, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ്? സോ 5 cards, സോ n = എത്ര? 5 ആണ്. ഓക്കെ, സോ ഇവിടെ n എന്താണ്? 5 ആണ്. 5 cards are drawn successively എന്നാ പറഞ്ഞത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? all 5 cards are spades, only 3 cards are spades, none of is spade. സോ സ്പെയ്ഡ് ആണ് ഇവിടെ എന്ത്? സക്സസ്. സോ സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഗെറ്റിംഗ് എ സ്പെയ്ഡ് കാർഡ്. ഓക്കെ, സോ സ്പെയ്ഡ് കാർഡ് കിട്ടുന്നതാണ് എന്ത്? ഒരു ഇവിടെ സക്സസ് എന്ന് പറയുന്നത്. സോ എത്ര സ്പെയ്ഡ് കാർഡ്സ് ഉണ്ട്? 13 cards ഉണ്ട് ഔട്ട് ഓഫ് 52. സോ അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താ? 1/4. സോ പ്രോബിലിറ്റി ഓഫ് സക്സസ് P = 1/4. സോ പ്രോബിലിറ്റി ഓഫ് ഫെയിലർ എന്തായിരിക്കും? 1 - 1/4 = 3/4. സോ ക്വസ്റ്റ്യൻ ആയി. ഇനി എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഓൾ ദ 5 cards are spades, അതായത് പ്രോബിലിറ്റി ഓഫ് സക്സസ് ഈസ് 5. സോ ഓൾ ദ cards are spades are all the 5 cards are spades equal to x = 5. So എന്താ? n എത്ര? 5C5 P⁻5 Q⁻0 എന്നുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാം? നമ്മൾ എടുക്കുക. P നമുക്കറിയാലോ, Q നമുക്കറിയാം, x 5C5 = നമുക്ക് 1 എന്നറിയാം. സോ എന്ത് ചെയ്യാം? സോൾവ് ചെയ്താൽ എളുപ്പം. ഇനി അടുത്തെന്താ? P of only 3 cards are spades. അതെന്താ? P of
ഓൺലി 3 കാർഡ്സ് ആർ സ്പേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ പി ഓഫ് എക്സ് ഈക്വൽ ടു 3. ഓക്കെ, പി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്താവും 5c3 p raised to 3 q raised to 5 minus 3 2. ഓക്കെ, ഇത് സോൾവ് ചെയ്യാം. അടുത്ത എന്താ ക്വസ്റ്റ്യൻ? പ്രോബിലിറ്റി ഓഫ് നൺ ഓഫ് ഈ സ്പേഡ് അല്ലേ. none is a spade, that is p of x equal to 0. Okay, so 5c0 p raised to 0 q raised to 5. എത്ര എളുപ്പ. സോ ഇങ്ങനെ എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്തു പോകാം. സോ അറ്റ്മോസ്റ്റ്, അറ്റ്ലീസ്റ്റ്, നൺ ഓഫ്, ഓൺലി 3, ഓൺലി 5, ഓൾ 5 ഇങ്ങനെയൊക്കെ പറയുമ്പം ആ കണ്ടീഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ലെസ് ദാൻ 0. ഇത് ഏതാണ് വരാൻ എന്ത് ചെയ്താൽ മതി? കൃത്യമായിട്ട് അറിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് നമ്മൾ പോവാം. സോ ദ പ്രോബിലിറ്റി ദാറ്റ് എ ബൾബ് പ്രൊഡ്യൂസ് ഇൻ എ ഫാക്ടറി വിൽ യൂസ് ആഫ്റ്റർ 150 ഡേയ്സ് ഓഫ് will fuse after 150 days of use is 0.05. What is the probability that out of 5 such bulbs? പിന്നെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് പറയാം? നമ്മുടെ പ്രോബിലിറ്റി ഓഫ് ഫ്യൂസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് എന്ന് പറയാം ഈക്വൽ ടു 0.05. Okay, what is the probability that 5 such bulbs are more than 1? Okay, so fuse ആവുന്ന ബൾബ്, സോ പ്രോബിലിറ്റി ഓഫ് സക്സസ് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ ഫ്യൂസ് ആവുന്നത് ബൾബിന്റെ പ്രോബിലിറ്റി എന്നുള്ളത് പി ആക്കി എടുക്കാം. സോ പ്രോബിലിറ്റി ഈക്വൽ ടു അവിടെ തന്നിട്ടുണ്ട് എന്ത്? 0.05. സോ ക്യൂ ഈക്വൽ ടു നമുക്ക് എന്ത് എടുക്കാം? സോ നമുക്ക് തരുന്ന പ്രോബിലിറ്റി എന്താണോ അതെന്തായിരിക്കണം? സക്സസ്, ഡിഫക്റ്റീവ് അല്ലെങ്കിൽ ഫ്യൂസ് ഇതെല്ലാം പിയിൽ വരും. സോ ക്യൂ ഈക്വൽ ടു എന്തായിരിക്കും? 1 - 0.05 വിച്ച് ഈസ് ഈക്വൽ ടു 0.95. സോ പിയും ക്യൂവും കിട്ടി. ഇനി എൻ എന്താ? എൻ നമ്മളോട് തന്നിട്ടുണ്ട് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 സച്ച് ബോൾസ് അല്ലെ, 5 കുറിച്ചാണ് പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യാം? എൻ ഈക്വൽ ടു 5 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഓരോ ക്വസ്റ്റ്യൻ എടുക്കാം. ഫസ്റ്റ് എന്താ? നൺ എന്നാണ് പറഞ്ഞത്. ഓക്കെ, നൺ ഓഫ് ദം വിൽ ഫ്യൂസ്. സോ എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു 0. സോ ഈ ക്വസ്റ്റ്യൻ എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ. സോ നോട്ട് മോർ ദാൻ 1. രണ്ടാമത്തെ എന്താ? നോട്ട് മോർ ദാൻ 1 എന്നാ പറഞ്ഞത്. ഓക്കെ, സോ രണ്ടാമത്തെ കേസിൽ പി ഓഫ് നോട്ട് മോർ ദാൻ 1. ഓക്കെ, നോട്ട് മോർ ദാൻ എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് മാക്സിമം 1 പാടുള്ളൂ, ഈക്വൽ ടു 1. ഈക്വൽ ടു എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. സോ എന്താ? എൻ സി. അത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? പി ഓഫ് മോർ ദാൻ 1 അല്ലെ. പി ഓഫ് മോർ ദാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റർ ദാൻ 1. പി ഓഫ് മോർ ദാൻ 1, 1നേക്കാൾ കൂടുതൽ. അപ്പൊ എന്താ? പി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1. മനസ്സിലായോ? സോ ഇവിടെ എന്താ? ഈ മോർ ദാൻ, നോട്ട് ലെസ് ദാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ കണ്ടീഷൻ ആക്കി എടുത്താൽ എളുപ്പം. സോ പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2 പ്ലസ് അവിടെ വരെ ചെയ്യണം പി ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? പി ഓഫ് എക്സ് ഈക്വൽ ടു അത്ര വരെ ചെയ്യണം, എക്സ് ഈക്വൽ ടു 5 വരെ ചെയ്യണം. അതിന് പകരം എന്ത് ചെയ്യാം? ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് എന്താ? പി ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ചെയ്താൽ മതി. ഓക്കെ, സോ എന്തായി? എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഓക്കെ, സോ ഇത്രയും എക്സ് ഈക്വൽ ടു 0, 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 5 വരെ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്തേ ചെയ്തുള്ളൂ? 5 വരെ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്തേ ആവശ്യം വന്നിട്ടുള്ളൂ? പി ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1ന് താഴെ 0 മാത്രമേ ഉള്ളൂ. സോ 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ചെയ്ത് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, സോ അതിന്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? അറ്റ്ലീസ്റ്റ് 1 അല്ലേ. അതിന്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ കൊടുത്തത് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 എന്നാണ്. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം. സോ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് സോറി നമ്മൾ നേരത്തെ ചെയ്തതിൽ പി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞെടുത്തേ. ഓക്കെ, ശരി. ഇവിടെ എന്താ? പ്രോബിലിറ്റി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇവിടെ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇല്ല കേട്ടോ. പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു ഈ കേസിലെ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 മുതലാണ്. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുമ്പോൾ 1 വരില്ല, 2, 3, 4, 5 വരെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 1 മൈനസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന്
0 പ്ലസ് എന്തും കൂടെ എടുക്കണം പി ഓഫ് എക്സ് ഈക്വൽ ടു 1 കൂടെ എടുക്കണം, കാരണം 1ന്റെ മുകളിലൊക്കെ അല്ലേ. സോ ഇവിടെ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. ഓക്കെ, ഇത്രയും പോർഷൻസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 മാത്രമേ മതി. നാലാമത്തെ കേസിൽ അറ്റ്ലീസ്റ്റ് 1, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പി ഓഫ് എക്സ് ഈക്വൽ ടു 1 x equal to 1 plus p of x equal to 2 plus അങ്ങനെ p of x equal to 5 വരെ ചെയ്യണം. അതിന് പകരം എന്ത് ചെയ്താൽ മതി, 1 മൈനസ് p of x equal to 0, 1 ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. സോ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യും, ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, സോ എളുപ്പമാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ത് ചെയ്താൽ മതി, ആ ഒരു റിലേഷൻസ് എങ്ങനെയാണ്, എക്സ് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്ന് ഉണ്ടാക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി.